എന്നും രാവിലെ വന്ന് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി തൃപ്തി അടയാനാണല്ലോ മോനെ സിദ്ധു നിന്റെ വിധി. അവളുടെ മനസ്സിൽ ആഴ്സാറാണെന്നറിഞ്ഞിട്ടും എന്തിനാടാ നീ ഇങ്ങനെ? കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെൻസേഷൻ സിദ്ധാർത്ഥ് വിശ്വനാഥിൻ്റെ പുറകിൽ പെൺകുട്ടികൾ ക്യൂ ആണ്. പിന്നെയും എന്തിനാടാ? ഒരൽപ്പം വിഷമത്തോടെ അർജുൻ ചോദിച്ചതും അവനെ നോക്കി ഹൃദ്യമായി ചിരിച്ചു അവൻ. അർജു, ഈ കോളേജിൽ വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു എനിക്ക്. 12 വരെ സിറ്റിയിലെ ഹൈ ക്ലാസ് സ്കൂളിൽ പഠിച്ച ഞാൻ സത്യം പറഞ്ഞ ആ അഹങ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ലോകത്തു നിന്നും ഒരു മോചനമായിരുന്നു ആഗ്രഹിച്ചത്. BBA ചെയ്യാൻ കാനഡ പോവാൻ കൊച്ചച്ഛൻ പറഞ്ഞിട്ടും ഞാൻ സമ്മതം പറയാഞ്ഞതും അതുകൊണ്ടാണ്. പിന്നെ 6 വർഷം കേട്ട കുത്തുവാക്കുകളിൽ നിന്നും ഒരു മോചനം വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ സ്വന്തമായി ഒരു ചെറിയ വീട് വാങ്ങിയത്. ഇത്രയും നാളും മണിമാളികയിൽ കിടന്നിട്ട് കിട്ടാത്ത സുഖം ഈ 4 വർഷം കൊണ്ട് എനിക്കും എൻ്റെ വിച്ചുവിനും ഞങ്ങളുടെ കുഞ്ഞു വീട്ടിൽ നിന്നും കിട്ടി. എനിക്കും അവനും അവന് ഞാനും ഒരിക്കലും ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇവളെ കണ്ടപ്പോൾ എന്തോ എന്നെ അവളിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. അവളുടെ മുഖത്തെ ആ നിഷ്കളങ്കത ആരെന്ത് പറഞ്ഞാലും എല്ലാം ഒരു ചെറുചിരിയിൽ ഒതുക്കും. ഓരോ തവണ അവളുടെ കണ്ണ് ആഴ്സാറിനെ കണ്ടു തിളങ്ങുമ്പോഴും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുമെടാ. പക്ഷേ ഇന്ന് നീ കണ്ടോ, അവൾ ആഴ്സാറിനെ ഒന്ന് നോക്കിയ പോലുമില്ല. അപ്പം എനിക്ക് പ്രതീക്ഷയില്ലേ? ആഴ്സാറിനെ അവളെ ഇഷ്ടമാണ്. പക്ഷേ എന്തോ സാറിനെ പുറകിലേക്ക് വലിക്കുന്നു. അത് എന്തായെന്ന് എനിക്കറിയില്ല. പിന്നെ ഇനി അവരൊന്നിക്കാനാണ് വിധിയെങ്കിൽ ഞാനായൊരു വില്ലനാകില്ല. പിടിച്ചെടുക്കുന്നത് മാത്രമല്ല പ്രണയം, വിട്ടുകൊടുക്കുന്നതും കൂടിയല്ലേ? മാധവിക്കുട്ടി പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടെയാണ്, അല്ലെങ്കിൽ മറ്റാരുടെയോ. എൻ്റെ പെണ്ണാണെന്ന് ദൈവം തീരുമാനിച്ചത് അവളെയാണ് എങ്കിൽ എങ്ങനെയായാലും എനിക്ക് അവളെ തന്നെ കിട്ടും. പിന്നെ നീ സ്നേഹയോടൊന്ന് ചോദിക്കുമോടാ, എന്താ അവൾക്കിന്ന് ഇത്ര വിഷമമെന്ന്? ആഹാ, ഞാനും എൻ്റെ പെണ്ണും എന്താ നിന്റെ ഹംസ ആണോ? ഇത്രയും നാളും അവളോടൊരു വാക്കും മിണ്ടാത്തവനാണ് നീ. എന്നാൽ എല്ലാ കാര്യങ്ങളെയും അറിയുകയും വേണം. എന്ത് നല്ല കാമുകൻ! പിന്നെ ചങ്കായി പോയില്ലേ? വൈകിട്ട് വിളിക്കുമ്പോൾ അവളോട് ചോദിക്കാം ഞാൻ, നീ വാ, നല്ല വിശപ്പ്, നമുക്ക് ക്യാൻറ്റീനിൽ നിന്നും എന്തെങ്കിലും കഴിക്കാം. അതും പൈസ ഞാൻ കൊടുക്കണമായിരിക്കും. നീ അല്ലടാ മുത്തേ ഞങ്ങളുടെ ബാങ്ക്. നിന്നെ കണ്ടാണ് ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. സുഖിപ്പിക്കല്ല മോനെ, ഇതെല്ലാം തിരിച്ചു തരണം. ഓ പിന്നെ ഒന്ന് പോടാ. നീ വാ മുത്തേ, ചേട്ടന് നല്ല വിശപ്പ്. ഇപ്പം തോളിൽ കൈയുമിട്ട് പോയതാണ് സിദ്ധു ആൻഡ് അർജു. സിദ്ധാർത്ഥ് വിശ്വനാഥ് മംഗലത്ത് വീട്ടിൽ വിശ്വനാഥിൻ്റെയും രേണുകയുടെയും മൂത്തപുത്രൻ. ഒരനിയൻ വിഷ്ണു വിശ്വനാഥ്. അനിയനിപ്പോൾ 12. അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഇപ്പം ചേട്ടന് കൂട്ട് അനിയനും അനിയന് കൂട്ട് ചേട്ടനും. കൂടെയുള്ള സിദ്ധുവിൻ്റെ വാലാണ് അർജു എന്ന അർജുൻ. BBA പഠിക്കാൻ ഈ കോളേജിൽ വന്ന ദിവസം കിട്ടിയ കൂട്ട്. പിന്നെ ഒരാൾ കൂടിയുണ്ട്, അക്ഷയ് എന്ന ഇവരുടെ എല്ലാം അച്ചു. സിദ്ധുവിനെ കുറിച്ചെല്ലാം അറിയാവുന്ന 2 പേർ ഇവർ മാത്രമാണ് കോളേജിൽ. എപ്പോഴും വളർത്തി നിർത്തിയേക്കുന്ന കുറ്റിത്താടിയും ജിം ബോഡിയും പിന്നെ സ്പോർട്സിലെല്ലാം ആക്റ്റീവും കോളേജിലെ പല പെൺകുട്ടികളുടെ ക്രഷാണ് സേട്ടൻ. ഇതേ സമയം മംഗലത്ത് വീട്ടിൽ. നീ എന്തിനാ സീനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഞാനിപ്പോൾ സിദ്ധുമോൻ്റെ കമ്പനി കാര്യങ്ങൾ നോക്കിയെന്ന് പറഞ്ഞ് എന്ത് പറ്റാനാണ്? നിങ്ങൾ എന്തിനാ പ്രസാദേട്ടാ വെറുതെ അതൊക്കെ നോക്കുന്നത്? ആ സമയം കൂടി നമ്മുടെ കമ്പനി കാര്യങ്ങൾ നോക്കിയാൽ പോരെ? അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇനി വേണമെങ്കിൽ അവൻ തന്നെ നോക്കട്ടെ. ചേട്ടൻ്റെ വാക്ക് കേൾക്കാതെ അവനും അവൻ്റെ അനിയനും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയ നിമിഷം സിദ്ധുവുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. നന്ദിയില്ലാത്തവൻ. നന്ദിയില്ലാത്തത് അവനാണോ അതോ നിനക്കാണോ? വിശ്വേട്ടനും ഏട്ടത്തിയും പോയത് സിദ്ധുമോന് വെറും 11 വയസ്സുള്ളപ്പോഴാണ്. അവൻ 6ാം ക്ലാസ്സിൽ. ആ സമയം വിച്ചുമോന് വെറും 2ലാണ്. 7 വയസ്സ്. അവൻ്റെ അച്ഛനും അമ്മയും പോയതിൽ പിന്നെ എൻ്റെ സിദ്ധു അവൻ്റെ എല്ലാ വിഷമവും മനസ്സിൽ കുഴിച്ചു മൂടി വിച്ചുവിന് കർമ്മം കൊണ്ട് അച്ഛനാവുകയായിരുന്നു. പിന്നെ ഒരു കുഞ്ഞായ അവനെ കൊണ്ട് ചെയ്യുന്നതിൽ പരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൻ ഇവിടേക്ക് വന്നത്. പക്ഷേ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ നീ നിന്റെ സ്വഭാവം വെളിയിലെടുത്തില്ലേ? അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത ജോലിയുണ്ടോ ഈ വീട്ടിൽ? ആഹാരത്തിന് കണക്ക് പറയാതെ നീ അവൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒന്നിനും അവനൊരു പരാതിയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം അന്നും ഇന്നും നീ മറന്നുപോയി സീമേ. ഈ പ്രസാദിനത്ര ആസ്തിയാകാൻ കാരണം എൻ്റെ ചേട്ടനാണ്. സിദ്ധുവിനും വിച്ചുവിനും എൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട ഒരാവശ്യവുമില്ല. അവർക്ക് വേണ്ടതെല്ലാം പോകുന്നതിന് മുൻപ് എൻ്റെ ചേട്ടൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ
നിന്നെ പോലെയുള്ളത് കുടുംബത്തിൽ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും അവൻ്റെ കല്യാണം കഴിഞ്ഞു മാത്രം സ്വത്തുക്കൾ മുഴുവൻ അവൻ്റെ പേരിലാകൂ എന്ന് വെച്ചത്. വിച്ചുവിനുള്ളതും അങ്ങനെ തന്നെ. ചേട്ടൻ അത്രയ്ക്ക് എന്നെ വിശ്വാസമായിട്ടല്ലേ അവൻ്റെ പഠിപ്പ് കഴിയുന്നത് വരെയെല്ലാം എന്നെ നോക്കി നടത്താൻ ഏൽപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ഓഫീസിലെ പ്രധാന കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സിദ്ധുവാണ്. അവൻ്റെ ക്ലാസ് കഴിഞ്ഞുള്ള സമയം സിദ്ധു ഓഫീസ് കാര്യങ്ങളും ചെയ്യാറുണ്ട്. നീ കാരണമല്ലടി എൻ്റെ മക്കൾ കൊട്ടാരം പോലെയുള്ള അവരുടെ വീടടച്ചിട്ട് ഇപ്പോൾ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നത്. ഇതിനെല്ലാം ദൈവം നിന്നോട് ചോദിക്കും. പിന്നെ ഓഫീസ് കാര്യങ്ങൾ നോക്കണോ വേണ്ടയോ എന്നത് എൻ്റെ തീരുമാനമാണ്. അതിൽ നീയൊന്നും പറയേണ്ട കാര്യമില്ല. നിനക്കും മോൾക്കും ഒന്നിനൊരു കുറവ് ഞാൻ വരുത്താറില്ലല്ലോ. അതുകൊണ്ട് നീ പോയി നിന്റെ ജോലി നോക്ക്. ഇതിൽ ഇടപെടാൻ വരേണ്ട. ഞാനിനി ഒന്നും പറയാൻ വരുന്നില്ല. നിങ്ങൾ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്. വൈകിട്ട് കോളേജിൽ നിന്ന് വന്ന് ചായ ഇടുമ്പോഴാണ് 2 കൈ അവനെ ചുറ്റി വരിഞ്ഞത്. കുളിച്ചു വരാതെ നിനക്ക് ഞാൻ ചായയും പരിപ്പുവടയും തരില്ല വിച്ചൂട്ടാ. തിരിഞ്ഞു നോക്കാതെ തന്നെ സിദ്ധു പറഞ്ഞു. എന്ത് ദുഷ്ടനാണ് ഈ ചേട്ടൻ. സ്കൂളിൽ നിന്ന് ക്ഷീണിച്ചു വരുന്ന ഒരു അനിയനോട് പറയാൻ പറ്റിയ വാക്കുകളാണോ ഇത്? എനിക്ക് നല്ല വിഷമമുണ്ട്. നീ ഇനി ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും തരില്ല ഞാൻ. പോയി കുളിച്ചിട്ട് വേണ്ട മാക്രി. സിദ്ധുവിൻ്റെ അലർച്ചയിൽ വിച്ചു റൂമിലേക്ക് ഒരു ഓട്ടം കൊടുത്തു. വിച്ചു പോകുന്നത് കണ്ടറിയാതെ അവൻ്റെ കണ്ണുകൾ ഹാളിൽ വെച്ചൊരു ഫോട്ടോയിലേക്ക് നീണ്ടു. അമ്മയും അച്ഛനും. അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ എൻ്റെ വിച്ചുവിനെ നോക്കുന്നത്. അമ്മയോളം ആകാൻ പറ്റില്ല എങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കില്ല അമ്മേ. എന്തിനാ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി 2 പേരും നേരത്തെ പോയത്? സ്നേഹിച്ച് കൊതി തീർന്നില്ലായിരുന്നു. ഇങ്ങനെ പലതും ആലോചിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വിച്ചുവിൻ്റെ ബഹളമാണ് അവനെ ബോധത്തിലേക്ക് എത്തിച്ചത്. എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? എനിക്ക് ചെവി കേൾക്കാം. അത് പിന്നെ ആരും പറയരുതല്ലോ ഈ വീട്ടിൽ ഒച്ചയും ബഹളമൊന്നും ഇല്ല എന്ന്. അതിനു വേണ്ടിയാണ് ചേട്ടൻ കുട്ട. ഇതും പറഞ്ഞ് സിദ്ധുവിനെ കൊഞ്ചിച്ച് അവർ 2 പേരും ചായ കുടിച്ചു. പിന്നെ ചേട്ടാ. എന്താടാ? നാളെയാണ് സ്കൂളിലെ പ്രോഗ്രസ് കാർഡ്. പേരൻസിനെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നീയല്ലേ. രാവിലെ സ്കൂളിൽ വന്നിട്ട് കോളേജിൽ പോയാൽ മതി കേട്ടോ. ഒട്ടും തെളിച്ചമില്ലാതെ സിദ്ധു ഒന്ന് മൂളിയപ്പോൾ വിച്ചു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എനിക്കൊരു വിഷമവും ഇല്ലടാ ചേട്ടാ. അച്ഛനും അമ്മയൊക്കെ ആയി നീയല്ലേ, അത് മതി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് എൻ്റെ ജിമ്മന് സെഡാകല്ലേ. പോടാ, പോയി നാളത്തേക്കുള്ള വർക്കെല്ലാം ചെയ്തു തീർക്ക്. രാത്രി നമുക്ക് ബീച്ചിൽ പോകാം. എന്നിട്ട് തട്ടുദോശ വാങ്ങിത്തരാം ചേട്ടൻ. നീയാണടാ ചേട്ടാ സൂപ്പർ കൂൾ. വിച്ചുട്ടൻ ദേ പോയി ദാ വന്നു. രാത്രി എന്നത്തെയും പോലെ സാക്ഷി ആയുഷിനെ കുറിച്ച് തന്നെയായിരുന്നു ആലോചന. പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യം മാത്രം അവൾക്ക് മനസ്സിലായില്ല. എന്ത് കാര്യത്തിനാണ് തന്നെ അപ്പുവേട്ടൻ ഇങ്ങനെ അകറ്റുന്നത്? ദേവിക ആൻറ്റിക്കും തന്നെ വലിയ കാര്യമല്ലേ. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അപ്പുവേട്ടൻ ഇപ്പോഴാണല്ലോ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി അവൾ നിദ്രയെ പുൽകി. രാത്രി ബീച്ചിൽ സിദ്ധുവിൻ്റെ കൂടെ ഓടിക്കളിക്കുവായിരുന്നു വിച്ചു. ഓടി തളർന്ന അവസാനം സിദ്ധു വിച്ചുവിനെയും എടുത്ത് ആ മണലിലിരുന്നു. ഇനി ഇവിടെ നിന്ന് ഓടിയാലേ നീ അടി വാങ്ങും വിച്ചു. പറഞ്ഞ ഒരു കാര്യം നീ അനുസരിക്കില്ല. ഞാൻ എവിടെയും പോകുന്നില്ല എൻ്റെ കണ്ണാപ്പി. പിന്നെ ഇന്നെന്താ മുഖത്ത് ഭയങ്കര സന്തോഷം? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സാക്ഷി? എൻ്റെ ഭാവി ഏട്ടത്തിയമ്മ. അതിനിപ്പോൾ എന്താ പ്രശ്നം? ചേട്ടനെ ഏട്ടത്തിയെ പോയി പ്രപ്പോസ് ചെയ്തോ? ഒന്ന് പോടാ, അതൊന്നുമല്ല കാര്യം. അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ സാറ് ഇന്നലെ അവളോട് പറഞ്ഞു അയാൾക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന്. ഓഹോ, അപ്പോൾ ആ ചാൻസിൽ കയറി മോന് പ്രപ്പോസ് ചെയ്യാലോ? ഇല്ലടാ, ഇപ്പോഴേ ഒന്നും വേണ്ട. എങ്കിലും അവളോട് പറയണം. ഒരു പാവാണ് വെച്ചു അവള്. തനി മലയാളി മങ്ക. ഒരുപാട് താമസിച്ചാലേ നല്ല ആൺപിള്ളേർ കൊത്തിക്കൊണ്ട് പോകും എൻ്റെ ഏട്ടത്തിയെ. പെട്ടെന്ന് പോയി പറയാൻ നോക്ക്. എന്നിട്ട് കൊണ്ടുവാ നമ്മുടെ വീട്ടിലേക്ക്. ഏട്ടത്തി വന്നിട്ട് നമുക്ക് നമ്മുടെ മേലെടുത്ത് പോകണം. മോനെ, ചേട്ടനൊരു ദേഷ്യമുണ്ടോ? അച്ഛനും അമ്മയും ഉറങ്ങുന്ന നമ്മുടെ വീട് ഇവിടെ ഇട്ടിട്ട് വേറെ വീട്ടിൽ കഴിയുന്നതിന്? എനിക്കെന്തിനാടാ ദേഷ്യം? ഇന്നെൻ്റെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ളത് എൻ്റെ ചേട്ടനല്ലേ. എൻ്റെ ചേട്ടൻ എവിടെയാണോ അവിടെയാണ് എൻ്റെ സന്തോഷം. അതിൽ കൂടുതലൊന്നും വേണ്ട എനിക്ക്. മോനറിയാവുന്നതല്ലേ, 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എങ്ങനെയും കൊച്ചച്ഛൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് മനസ്സിലുണ്ടായിരുന്നുള്ളൂ. നിനക്കൊരമ്മയുടെ സ്നേഹം കിട്ടട്ടെന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും മരിച്ചപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞതനുസരിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്നത്. പക്ഷേ കുഞ്ഞമ്മയ്ക്ക് നമ്മൾക്ക് ഇഷ്ടമല്ല എന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെക്കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കാതിരിക്കാനാണ് ഞാൻ അവർ പറഞ്ഞതെല്ലാം ആ വീട്ടിൽ ചെയ്തത്. എങ്കിലും ആഹാരത്തിന് പോലും കണക്കും
ഒരു ചാൻസ് കിട്ടുമ്പോൾ ഉപദ്രവവും, പ്രായപൂർത്തിയായപ്പോൾ ഒരു വിശ്വാസവുമായി. നമ്മൾ രണ്ടുപേരും മാത്രമായി ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന്. കൂട്ടത്തിൽ കമ്പനി കാര്യങ്ങളും പഠിച്ചു. ഇപ്പം എൻ്റെ മോന് സന്തോഷമല്ലേ? ഈ സന്തോഷം ഇന്നും കാണണം. ഇനി എന്തെങ്കിലും ഞാനില്ലാതെ പോയാലും നിനക്കുള്ളതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നീ വലിയ കുട്ടിയായി. പക്ഷേ എനിക്കിപ്പോഴും നീ എൻ്റെ കുഞ്ഞനിയനാണ്. കുഞ്ഞാവ. കുഞ്ഞാവ? മീശ വരെ വന്ന് എന്നെ നോക്കി കുഞ്ഞാവ എന്ന് വിളിക്കാനേ നിനക്ക് ഉളുപ്പുണ്ടോടാ ചേട്ടാ? ഐ ആം നോട്ട് കുഞ്ഞാവ. കോൾ മീ വിഷ്ണു വിശ്വനാഥ്. എങ്കിൽ വിഷ്ണു വിശ്വനാഥ് വായോ, വീട്ടിൽ പോകാം. നാളെ കോളേജിൽ പോകണം. പിന്നെ ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ. കൊച്ചച്ഛൻ നോക്കുമെങ്കിലും ഇനിയും കൊച്ചച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ ഓക്കെ, കൂടുതലൊന്നും പറയണ്ട. ചലോ തട്ടുകട. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു. ഒരു സൺഡേ ദീക്ഷിത്തും സാക്ഷിയും കൂടി വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആയുഷും വീട്ടുകാരും അവിടേക്ക് വന്നത്. എന്താ പ്രതാപ, ഒരു മുന്നറിയിപ്പില്ലാതെ? അത് ചോദിച്ച് ചന്ദ്രദാസും അവരുടെ അടുത്തേക്ക് വന്നു. ഇവിടെ വരാൻ അതിന് സമയം നോക്കണോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒരു കാര്യം, അത് ഒഫീഷ്യലായി നടത്താൻ വന്നതാണ്. ഓഹോ, ഞാനതിവിടെ രണ്ടുപേരോടും പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചു. എന്താ അച്ഛാ കാര്യം? രണ്ടച്ഛന്മാരുടെയും സംസാരം മനസ്സിലാകാതെ അവസാനം ദീക്ഷിത് ചോദിച്ചു. അതൊക്കെ പറയാം, പക്ഷെ ആദ്യം മോള് പോയി ചായ എടുത്തിട്ട് വാ. ചന്ദ്രൻ പറഞ്ഞത് മറുത്തൊന്നും പറയാതെ ചായ എടുക്കാൻ വേണ്ടി സാക്ഷി അകത്തേക്ക് പോയി. അപ്പോഴും അവളുടെ മനസ്സിൽ മുഴുവൻ ആയുഷിൻ്റെ മുഖഭാവമായിരുന്നു. ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്നതുപോലെ, തന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല. അത് ആലോചിച്ച് ചെറിയ വിഷമം തോന്നിയെങ്കിലും ആ അവഗണന അവൾക്കിപ്പോൾ ശീലമായി. അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കാൻ പോയില്ല അവൾ. കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ് സാക്ഷി ചായയും കൊണ്ട് വന്നത്. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്നത് പോലെ ദീക്ഷിത് അർപ്പിതയെ നോക്കി കൃതാർത്ഥനായി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ ചന്ദ്ര? അതെ, നീ തന്നെ പറ മക്കളോട്. ഇന്നിവിടെ വന്നതിൽ ഞങ്ങൾക്കൊരു ദുരുദ്ദേശം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്കിൾ സസ്പെൻസ് ഇടാതെ കാര്യം പറയുന്നുണ്ടോ? ദീക്ഷിത് ക്ഷമയുടെ അറ്റത്തായി. ഞങ്ങൾ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു മക്കളെ. കല്യാണോ? ആരുടെ കല്യാണം? ആദ്യത്തെ അമ്പരപ്പ് വിട്ടുമാറിയപ്പോൾ സാക്ഷിയായിരുന്നു അത് ചോദിച്ചത്. നിങ്ങളുടെ കല്യാണം തന്നെ. സാക്ഷി വിത്ത് ആയുഷ്, അർപ്പിത, ദീക്ഷിത്. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാലേ ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? ഞങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഇത്. പക്ഷെ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും കാണില്ല എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ആ പേടി വേണ്ടല്ലോ. 2 മാസം കഴിഞ്ഞ് ഒഫീഷ്യലായി എൻഗേജ്മെൻറ്റ് നടത്താം. ഇപ്പോൾ മക്കൾ പോയി സംസാരിച്ചോ? ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കേൾക്കേണ്ട താമസം ദീക്ഷിത് ആരുവിനെ കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. മറ്റു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ സാക്ഷി ആയുഷിനെ കൊണ്ട് അവരുടെ മുറിയിലേക്കും. റൂമിലെത്തിയ ഉടനെ ദീക്ഷിത് ആരുവിനെ ഇറുക്കെ പുണർന്നു. ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നെ അവളുടെ കയ്യും അവനെ വലയം ചെയ്തു. കുറച്ച് നിമിഷങ്ങൾ അവൻ്റെ ഹൃദയതാളം കേട്ട ശേഷം അവൾ അവനിൽ നിന്നും അടർന്നു മാറി. ദച്ചുവേട്ട, നമ്മുടെ കല്യാണം. വാക്കുകൾ കിട്ടാതെ സന്തോഷത്തിൻ്റെ അങ്ങേയറ്റം ആയിരുന്നു അവളും. വിശ്വസിക്കാൻ പറ്റുന്നില്ല പെണ്ണെ. നിന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും പറയണമെന്നായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ മനസ്സ് മനസ്സിലാക്കിയെന്ന പോലെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പറഞ്ഞു. എനിക്കെങ്ങനെ എൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല ആരു. ഇന്നലെ അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഷോക്കായിപ്പോയി. പിന്നെ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ട് ദച്ചുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താടി നീ പറ. സാക്ഷിയുമായുള്ള കല്യാണക്കാര്യം കേട്ട് ചേട്ടൻ ഒരുപാട് വയലൻ്റായി. കൂടെ അമ്മയും. സച്ചിയുമായുള്ള ചേട്ടൻ്റെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം അച്ഛൻ എന്തെങ്കിലും വില ചേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കണം, അല്ലെങ്കിൽ അച്ഛനെ മറന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അവസാനമാണ് ചേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ സച്ചുവിന് അപ്പുവേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കറിയാം. എങ്ങനെ? അതിനവളൊന്നും ദച്ചുവേട്ടനോട് പറഞ്ഞില്ലല്ലോ. അവൾ പറയേണ്ട കാര്യമില്ല ആരു. എൻ്റെ അനിയത്തിയാണ് അവൾ. ആ മനസ്സിൽ എന്തായെന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. അവളായി പറയാൻ കാത്തിരുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ആ ടെൻഷൻ മാറിക്കിട്ടി. അവൾ സ്നേഹിച്ചവനെ തന്നെ അവൾക്ക് കിട്ടിയല്ലോ. പിന്നെ അപ്പുവിൻ്റെ ദേഷ്യം അത് അവൾ മാറ്റും. എത്ര നാൾ അവന് ദേഷ്യം കാണിച്ച് നടക്കാൻ പറ്റും? മാറിയാൽ മതി. ഇതും പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങാൻ പോയ ആരുവിനെ ഒന്നുകൂടി തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിയവൻ. എന്താ? എന്നും തരുന്ന പങ്ക് കിട്ടിയില്ല. തന്നില്ലെങ്കിൽ കളിക്കാതെ താ ആരു. കൊച്ചുകുട്ടികളെ പോലെ അവൻ ചിണുങ്ങിയപ്പോൾ പെരുവിരലിൽ ഒന്ന് പൊങ്ങി അവൻ്റെ കവിളിൽ അമർത്തി കടിച്ചവൾ. വീട്ടുകാർ 2 മാസം കൂടി കഴിയുമ്പോൾ ലൈസൻസ് തരും, എന്നിട്ട് ബാക്കി. ഇതും പറഞ്ഞ് ചെറുചിരിയോടെ ഇറങ്ങിപ്പോയി അവളെ നോക്കി
അവൾ കഴിച്ച കവിളിൽ കൈവച്ചു നിന്നു തെച്ചു. ഇതേ സമയം സാക്ഷിയുടെ റൂമിൽ. നീ എൻ്റെ അച്ഛനെ കയ്യും കാലും ഒക്കെ കാണിച്ച് മയക്കിയെടുത്തതുപോലെ എന്നെ എടുക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട സാക്ഷി. അത് നടക്കില്ല. വേറെ ആരെ താലി കെട്ടേണ്ടി വന്നാലും നിന്നെ ഞാൻ കെട്ടില്ല. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. ഇഷ്ടമല്ല എന്ന് 1000 വട്ടം നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ ഞാൻ. എന്നിട്ട് നിനക്ക് നാണമുണ്ടോ വീട്ടുകാർ വഴി വിവാഹം ആലോചിക്കാൻ? ആൺകുട്ടികളെ കറക്കിയെടുക്കാൻ നടക്കുവല്ലേ അവൾ. പിന്നെ ഞാൻ കൂടുതലൊന്നും ആരോടും പറയാത്തത് എല്ലാവരും നിന്നെ തലയിൽ കൊണ്ട് നടക്കുവല്ലേ. ഞാൻ കാരണം എൻ്റെ ആരുവിന് അവൾ സ്നേഹിച്ച ചെറുക്കന് നഷ്ടമാകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ താലിയണഞ്ഞ് എൻ്റെ ഭാര്യയായി സുഖിക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതേണ്ട സാക്ഷി. എനിക്ക് നിന്നെ വെറുപ്പാണ്. ഇന്ന് ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും നിന്നെയാണ്. സ്നേഹിച്ചിരുന്നു നിന്നെ ഞാൻ, ഇപ്പോഴല്ല പണ്ട്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ സ്നേഹം കുഴിച്ചു മൂടി. എന്നെ കല്യാണം കഴിക്കാമെന്ന് വല്ല സ്വപ്നവും ഉണ്ടെങ്കിൽ എല്ലാം എൻ്റെ മോള് മറന്നുകള. ഒന്നും നടക്കില്ല, നടത്തില്ല ഞാൻ. ഇത് പറഞ്ഞ് കാറ്റുപോലെ ഇറങ്ങിപ്പോയവനെ നോക്കി നിറകണ്ണുകളുമായി നിന്നു അവൾ. ഇതേ സമയം മറ്റൊരിടത്ത് സാക്ഷിയെ മാത്രം സ്വപ്നം കണ്ട് സിദ്ധുവും.